ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CST മാനുവൽ 2023 എന്നുള്ള ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. ഇതിനകം നമ്മൾ ചെയ്ത വീഡിയോസ് ഏതാണെന്ന് വെച്ചാൽ സെക്ഷൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 12, 13 വരെ ചെയ്തിട്ടുണ്ട്. വെച്ചാൽ ഇന്ന് 23-ാം തീയതിയാണ്, 23/6/2023 ഫ്രൈഡേ ആണ് ഇന്നത്തെ ദിവസം. അപ്പം ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെ 22/6/2023 വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ സെക്ഷൻ 30 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഇന്നത്തെ വീഡിയോ 23/6/2023, ഇന്നത്തെ വീഡിയോ നമ്മൾ സെക്ഷൻ 40 എന്ന് പറഞ്ഞാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇന്നലത്തെ വീഡിയോ നമ്മൾ പറഞ്ഞപ്പോൾ സെക്ഷൻ 30-ൽ തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. സെക്ഷൻ 30-ലല്ല തെറ്റുപറ്റിയത്, സെക്ഷൻ 4, 5 എന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ മൊത്തം മിസ്റ്റേക്കുകളാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞതിലൊരു ബുദ്ധിമുട്ട് വരണ്ടാന്ന് വെച്ചിട്ട് പറയണമെന്നുള്ളൂ, അല്ലാണ്ട് അത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച്. അപ്പോൾ കാരണം വെച്ചാൽ സെക്ഷൻ 4, 5 വീഡിയോസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നത്തുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. എഡിറ്റിംഗ് അറിയാൻ പാടില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ആ വീഡിയോസിലൊക്കെ പറ്റിയേക്കുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്, എഡിറ്റിംഗ് നമുക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതിൻ്റെ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 22/6/2023 വീഡിയോസിലൊക്കെ. അപ്പം അതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ യൂട്യൂബൊക്കെ ആയതുകൊണ്ട് നമ്മൾ എടുത്ത് പറഞ്ഞുള്ളൂ. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തേക്കുന്നത് ഇപ്പോൾ ഈ ഒരാഴ്ച മൊത്തം വെച്ചാൽ 18/6/2023, 19/6/2023, അതുപോലെ തന്നെ 20/6/2023 ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. 20/6/2023 വരെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. 21/6/2023 നമ്മൾ വീഡിയോ ചെയ്തില്ല, കാരണം അന്ന് ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ ഇന്നലെ 22/6/2023 നമ്മൾ വീഡിയോ എടുത്തേക്കുന്നത്. ഇന്ന് 23/6/2023 ആണല്ലോ. അപ്പോൾ 22/6/2023 വീഡിയോ എടുത്തപ്പോൾ നമ്മൾ ഇന്നലെ എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് 22/6/2023 നമ്മൾ വീഡിയോ എടുത്തു. 21/6/2023 എനിക്ക് ഭയങ്കര ബിസി ആയിരുന്നു. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ബുധനാഴ്ച ആയിരുന്നു, വെനസ്ഡേ ആയിരുന്നു. ഭയങ്കര ബിസി ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വീഡിയോ എടുത്തേക്കുന്നത് 20/6/2023 ട്യൂസ്ഡേ ആണ് നമ്മൾ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പം ഞാൻ അന്നത്തെ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. 22/6/2023 ഇന്നലെ എടുത്ത വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് നമ്മൾ ഇന്നലെ എന്ന് ഉദ്ദേശിച്ചത് 20/6/2023 ചെയ്ത വീഡിയോ ആണ്. കാരണം അത് വേറൊന്നും കൊണ്ടല്ല ഞാനത് എടുത്ത് പറയുന്നത്. കാരണം വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഓർഡർ അനുസരിച്ചൊക്കെ കാണുന്നവരുണ്ടാവും. അപ്പോൾ അത് എളുപ്പത്തിന് വേണ്ടി മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ഞാൻ എന്താ പറയുക, നമ്മൾ 21-ാം തീയതി നമ്മൾ വീഡിയോ എടുത്തു എന്നായിരുന്നു. 29/6/2023 വീഡിയോ എടുത്തു എന്നായിരുന്നു നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഓർമ്മ. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ 20/6/2023 പിന്നെ ചെയ്ത വീഡിയോ. അതിനുശേഷം പിന്നെ 22/6/2023 വീഡിയോ ചെയ്തേക്കുന്നത്. 21/6/2023 വീഡിയോ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ 20/6/2023 കണ്ടിന്യൂഷൻ കിടക്കുന്നത്. അപ്പം അതിന് വേണ്ടിയാണ് ഈ വീഡിയോസൊക്കെ നമ്മൾ സെക്ഷൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12, 11 എന്ന് പറഞ്ഞാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് എളുപ്പമാക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. കാരണം വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും കിടക്കുന്നത്. എന്നാലും നമ്മുടെ ഒരു മര്യാദയ്ക്ക് പറഞ്ഞുള്ളൂ. എന്താ പറയുക, നമ്മുടെ ഒരു മാനേഴ്സ് ഉണ്ടല്ലോ. നമ്മൾ വീഡിയോസ് പറയുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു പോകണം. അപ്പം അതിനു വേണ്ടി പറഞ്ഞുള്ളൂ. അപ്പം പെട്ടെന്ന് ഇന്നലെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും 21-ാം തീയതിയിലത്തെ വീഡിയോ എന്ന് വിചാരിക്കും. പക്ഷേ 21-ാം തീയതി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, 21/6/2023. അപ്പം അതൊന്നും നമ്മൾ പറഞ്ഞുള്ളൂ. ഇത് വലിയ ഇമ്പോർട്ടൻസ് അറിയിക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ ഞാൻ ഈ സെക്ഷൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് എടുത്തു പറയാൻ കാരണം. അത്രേ ഉള്ളൂ കാര്യം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരാഴ്ചയിൽ 18-ാം തീയതി മുതൽ നമ്മൾ വീഡിയോ എടുക്കുന്നതാണ്. 18/6/2023 മുതൽ 23/6/2023 ഇന്ന് വരെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ 21-ാം തീയതി മാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ല. 21/6/2023 മാത്രം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല വീഡിയോ. ബാക്കിയൊക്കെ ഭയങ്കര കണ്ടിന്യൂഷൻ ആയിട്ടാണ് കിടക്കുന്നത് വീഡിയോസൊക്കെ. അപ്പം അതുകൊണ്ടാണ്. ഇപ്പം യൂട്യൂബിൽ ഓൾറെഡി ഇതെല്ലാം അങ്ങനെ വരും. എന്നാലും നമ്മൾ ഒരു തെറ്റായിട്ടുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് നമ്മളത് എടുത്തു പറയണമെന്നുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ സെക്ഷൻ
5, 4 ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മിസ്റ്റേക്കുകൾ പറ്റിയിരുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോ മുഴുവൻ നമുക്ക് അത് പറഞ്ഞ് കുറച്ച് സമയം പോയി, കണ്ടൻസ് പറഞ്ഞ് സമയം പോയി. അപ്പം അതുകൊണ്ടാണ് അല്ലെങ്കിൽ പുതിയ ഭാഗമൊക്കെ എടുക്കായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പം ഇന്നിപ്പോൾ ഏതായാലും പുതിയ ഭാഗം തുടങ്ങാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. CSIT പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് തുടങ്ങാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. അപ്പം ഈ എന്താ പറയുക, കുറച്ചും കൂടി നമ്മൾ വിദ്യാഭ്യാസമൊക്കെ ഒന്ന് മാറ്റി പിടിക്കേണ്ടതായിരുന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം വലിയ വലിയ വീഡിയോസൊക്കെ ചെയ്തിട്ട് മിസ്റ്റേക്ക് വരാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ യൂട്യൂബ് ആയതുകൊണ്ടും ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഫീൽഡാണല്ലോ. അതുകൊണ്ടാണ് നമുക്കത് കൂടുതലും എല്ലാ വീഡിയോസിലും പറയേണ്ട അവസ്ഥയാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയാൻ ആഗ്രഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാര്യം എന്തായാലും നമ്മൾ വിടുകയാണ്, അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ വേറെ തെറ്റുപറ്റിയതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് സെക്ഷൻ 13 അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ. ഇതിപ്പോൾ 22/6/2023 പറ്റിയ കുറച്ച് കാര്യമാണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയണത്. അത് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ പറയണമെന്നുള്ളൂ. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനിയിപ്പോൾ പറയാൻ പോകുന്നത്. ദ പേഴ്സൺ CSIT മാനുവൽ 2023 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. സത്യത്തിൽ ദ പേഴ്സൺ CSIT മാനുവൽ 2023 ബുക്കല്ല അത്. ദ പേഴ്സൺ CSIT മാനുവൽ 2030 ബുക്കാണ് എന്നുള്ള കാര്യം ഒരിക്കലും നിങ്ങൾ മറക്കരുത്. നമ്മൾ പഠിക്കുമ്പോൾ ദ പേഴ്സൺ CSIT മാനുവൽ 2023 or 24 ആയിട്ടുള്ള UPSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഫോളോ ചെയ്യണം. എന്ന് വെച്ചാൽ ഈ ബുക്ക് ദ പേഴ്സൺ CSIT മാനുവൽ 2030 അനുസരിച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്, പേപ്പർ 2 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈ രീതിക്ക് ഒരിക്കലും പഠിക്കാൻ ശ്രമിക്കരുത്. കാരണം CSIT എക്സാം ഒക്കെ പരാജയത്തിലോട്ട് പോകും. നമുക്ക് അനാവശ്യമായിട്ട് നമ്മൾ ഒരുപാട് പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് നല്ല രീതിയിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സത്യ കാര്യമാണ്. അപ്പോൾ അതാരണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും പുതിയ സിലബസ് ഫോളോ ചെയ്യുക CSITയുടെ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ബുക്ക് ദ പേഴ്സൺ CSIT മാനുവൽ 2013 ആണ് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. എന്ന് വെച്ചാൽ ദ പേഴ്സൺ CSIT മാനുവൽ 2023 ബുക്കല്ല ഇത്. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തം അത് പറയേണ്ടത്. കാരണം എല്ലാ വീഡിയോയിലും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു മടുത്തെന്ന് പറയാം. പക്ഷെ നമുക്കിത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എല്ലാ വീഡിയോസും നമ്മൾ പുതിയതായിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത്. പിന്നെ ഉള്ള പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മൾ ഫാൻ ഉപയോഗിച്ചാണ് വീഡിയോ എടുക്കുന്നത്. കാരണം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നിടത്ത് ഫാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫാൻ്റെ സൗണ്ട് വീഡിയോയിൽ ഭയങ്കരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല വീഡിയോയിൽ. അതുപോലെ തന്നെ ഫാൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ടാണ്. നമുക്ക് വീഡിയോ കേൾക്കുമ്പോൾ ഹെഡ്ഫോണൊക്കെ വെച്ച് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫാൻ ഉപയോഗിച്ചിട്ടുണ്ടാവണ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. കാരണം നമുക്ക് ഫാൻ ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും അതൊക്കെ ഒന്ന് സഹകരിക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഫാക്ടറി പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഫാൻ്റെ സൗണ്ട് ശരിക്കും ഇങ്ങനെ മുൻപന്തിയിൽ നിൽക്കുകയാണ്. കാരണം നമുക്ക് വേറെ ഫാൻ ഞാൻ പുറത്തുനിന്നൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് കംഫർട്ടബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ തന്നെ വീഡിയോ ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിയത്. അപ്പം അതൊന്ന് ഓർക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഈ ബുക്കിൻ്റെ കുറച്ച് വാക്കുകളാണ് ബുക്കിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ബുക്ക് എത്രയും പെട്ടെന്ന് മേടിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. നല്ല ബുക്കാണ്, നല്ല ഹൈ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷാണ്. അതുപോലെ തന്നെ വളരെ നല്ലൊരു ബുക്കാണ്. സിവിൽ സർവീസിന് ഒരുപാട് ഹെൽപ്ഫുള്ളും അതുപോലെ തന്നെ ഒരുപാട് ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഉള്ളൊരു ബുക്കാണ്. അത് വായിച്ചു നമുക്ക് മനസ്സിലാവുള്ളൂ. അത്ര നമുക്ക് ബുക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ബുക്ക് എത്രയും പെട്ടെന്ന് അത് കടകളിലൊക്കെ എന്തായാലും പുതിയ ബുക്കുകളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കാനുള്ള മനസ്സ് കാണിക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് ഈ ബുക്കിനെ കുറിച്ചാണ്. തോപ്സ് കമ്മിറ്റ് CSIT പ്രിപ്പറേഷൻ ഓൾ ഇൻ 1 ബുക്ക്. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ദ പേഴ്സൺ CSIT മാനുവൽ 2030 സിലബസ് അനുസരിച്ചാണ് സെറ്റ് ചെയ്തേക്കണമെന്ന് പറഞ്ഞല്ലോ ഈ ബുക്ക്. അപ്പം അതനുസരിച്ചാണ് ഇതൊക്കെ വന്നേക്കുന്നത്. പേപ്പർ 1, പേപ്പർ 2 ഒക്കെ ഇതേ രീതിയിൽ അവർ സിലബസ് ചെയ്തേക്കുന്നത്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, പേപ്പർ 2 ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. ഇപ്പോഴത്തെ പേഴ്സൺ CSIT മാനുവൽ 2023 സിലബസ് അനുസരിച്ച് പേപ്പർ 1 ജനറൽ സ്റ്റഡീസും പേപ്പർ 2 ജനറൽ സ്റ്റഡീസ് എന്നാണ് കണ്ടത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഹെറിറ്റേജ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, വുമൺ എംപവർമെന്റ്, സെക്യൂരിറ്റി റിലേഷൻസ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ കണ്ടിരുന്നു നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ. പിന്നെ നമ്മൾ പറഞ്ഞില്ല 22/6/2023 നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ നമ്മൾ ചെയ്തതിലെ കണ്ടൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ആ കണ്ടൻസ് ഒന്നും എല്ലാവരും നോക്കണം. അത് എന്തായാലും ദ പേഴ്സൺ സെൻസിറ്റീവ് മാനുവൽ 2030 കണ്ടൻസ് ആണ്, എന്നാലും ഒന്ന് എല്ലാവരും നോക്കണം. പുതിയ ബുക്ക് വാങ്ങിച്ചിട്ട് അതും കമ്പയർ ചെയ്ത് നോക്കുക, നല്ലതായിരിക്കും അത്. അപ്പോൾ പിന്നെ 30/5/2023 യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ, ഈ ബുക്കിനെ കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതും എല്ലാവരും നോക്കണം. അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. എന്തായാലും 2023 സിലബസിൽ ഇന്ത്യൻ ഹെറിറ്റേജും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അങ്ങനെ കുറെ കാര്യങ്ങൾ എക്സ്ട്രാ കൂടുതൽ വരുന്നുണ്ട്, അങ്ങനെ കണ്ടത്. അപ്പൊ നമ്മൾ കണ്ടാരണം പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് പറയാം ദ പേഴ്സൺ സീസിഡ് മാനുവൽ 2023 എഡ്ഗാർ തോർപ്പ്, ഷാവിക് തോർപ്പ്, സിവിൽ സർവീസ് അപ്ലിറ്റസ്റ്റ് ഫോർ ദ UP സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ ഫുൾ ആൻഡ് എക്സ്പ്ലിസിറ്റ് കവറേജ് ഓഫ് പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്, പേപ്പർ 2 ജനറൽ സ്റ്റഡീസ് എന്നാണ് ഞാൻ ഈ പറയുള്ളൂ. നെറ്റിൽ നോക്കിയ അനുസരിച്ച് നമ്മൾ പറയണമെന്നുള്ളൂ. പേഴ്സൺ കണ്ടൻസ് അബൌട്ട് 30% കളർഡ് മാപ്സ് ഓൾവേസ് ലേണിംഗ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ CSID-യിലെ ക്ലാസ്സുകൾ എടുത്തപ്പോൾ നമ്മൾ സെക്ഷൻ 13 വരെ വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തല്ലോ, 22/6/2023 നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ ഇത്ര വരെ പറഞ്ഞ് നിർത്തിയിരുന്നു. ഈ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ കണ്ടൻസും പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ. ഇത്ര വരെ പറഞ്ഞു നിർത്തിയിരുന്നു. പിന്നെ ഈ CSID പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ ഇതന്നെ വീണ്ടും ഈ വീഡിയോയിൽ ആരംഭിക്കുന്നത്. ശരിക്കും ബുക്കിനെ കുറിച്ചുള്ള ശരിക്കുള്ള ക്ലാസ്സുകളാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നത്. CSID പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ് തുടങ്ങിയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത്, പക്ഷെ ഇന്നലെ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് ക്ലാസ്. അപ്പം ശരിക്കും ക്ലാസ്സുകൾ തുടങ്ങിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പം നമുക്കിത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇത്ര നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അനാലിസിസ് CSID 2011 പേപ്പർ 1, അനാലിസിസ് CSID 2011 പേപ്പർ 2, അനാലിസിസ് CSID 2012 പേപ്പർ 1, അനാലിസിസ് CSID 2012 പേപ്പർ 2 അതൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ കണ്ടൻസ് പറഞ്ഞിരുന്നു, പിന്നെ ഈ ബുക്കിലെ റെഫറൻസ്, സജസ്റ്റഡ് റീഡിങ്സ്, പിന്നെ ഈ ബുക്കിന്റെ വില, ബാർകോഡ്, ബുക്കിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ്, അങ്ങനെ എല്ലാം ചേർത്തിട്ട് നമ്മൾ ഓർഡർ അനുസരിച്ചാണ് വീഡിയോ എടുത്ത് പോയിരുന്നത്. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയേക്കുന്നത്. ഇതിന്റെ വീഡിയോസിൽ കുറെ മിസ്റ്റേക്കും സംഭവിച്ചു പോയി, എഡിറ്റിംഗ് അറിയാൻ പാടില്ലാത്ത കാരണം. അപ്പൊ അങ്ങനെ കുറച്ച് സ്ലോ ആയി പോയിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്ക് ഇവിടെ എത്താൻ പറ്റിയത്. അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ ബുക്കിന്റെ സ്റ്റാൻഡേർഡും ബുക്കിന്റെ അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് വലിയ എസ്സേകൾ നമ്മൾ 4 പ്രാവശ്യം വെച്ചും പറയും, ചെറിയ എസ്സേകൾ 2 പ്രാവശ്യം. എസ്സേ അല്ല, പാസേജ് ആണ്. പാസേജുകൾ നമ്മൾ 2 പ്രാവശ്യം വെച്ചും, ചെറിയ പാസേജ് 2 പ്രാവശ്യം വെച്ചും, വലിയ പാസേജ് 4 പ്രാവശ്യം വെച്ച് പറയാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതിലെ പോയിന്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ എടുത്തു പറഞ്ഞു പോവുക, അങ്ങനെ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. CSID പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്. ഇതിപ്പോ ഒരു കാര്യം ഓർക്കുക, ദ പേഴ്സൺ CSID മാനുവൽ 2030 ബുക്ക് എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. കാരണം എല്ലാ കാര്യത്തിലും വ്യത്യാസം ഉണ്ടാവും സിലബസിലൊക്കെ, അതുകൊണ്ടാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അത് വീണ്ടും പറയണം, ഇനി അത് പറയേണ്ടി വരും, കാരണം പറയാതെ പറ്റില്ല. കാരണം പഴയ ബുക്ക് ആയതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള രീതിയിലായിരിക്കും ഈ സിലബസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. പുതിയ ബുക്കിലൊക്കെ ദ പേഴ്സൺ CSID മാനുവൽ 2023-24 ബുക്കൊക്കെ ആണെങ്കിൽ അതിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ തന്നെ നോക്കി മനസ്സിലാക്കി പോകണം കറക്റ്റായിട്ട്. നെറ്റിലൊക്കെ നോക്കാല്ലേ, ഈ പുതിയ ബുക്ക് വാങ്ങിച്ചാൽ അറിയാൻ പറ്റും. എനിക്കിപ്പോൾ എന്തായാലും വാങ്ങിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ ഇനി വായിക്കാൻ പോണ കാര്യങ്ങളൊക്കെ എന്തുമാത്രം ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നു എനിക്ക് ഉറപ്പ് വരാൻ പറ്റില്ല. കാരണം സിലബസ് ഒരുപാട് മാറിപ്പോയിട്ടുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഈ ഉള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. പുതിയ ബുക്ക് എൻ്റെ ഇല്ല, അതുകൊണ്ടാണ്. അപ്പൊ അതൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. സിലബസിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ ആദ്യം പറയാൻ പറ്റില്ല, അവസാനെങ്കിലും പറയും. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയതുകൊണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക പഴയ ബുക്ക് എന്നുള്ള കാര്യം. എന്നാലും എല്ലാത്തിലും ഞാൻ സിലബസിന്റെ കാര്യവും പിന്നെ ഈ ഫാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് മെയിനായിട്ടും പറയാറുള്ളത്. കാരണം അത് പറയാണ്ട് നമുക്ക് പറ്റില്ല. കാരണം അത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് നമ്മളത് എടുത്ത് പറയാറുണ്ട്. അപ്പൊ CSID പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഈ റിപ്പീറ്റ് ചെയ്ത് എല്ലാ കാര്യവും പറയണത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂഷൻ ആണ് എല്ലാ വീഡിയോയും. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് അടുത്ത വീഡിയോനെ ബാധിക്കും. അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് വീഡിയോയിൽ അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ പറയുന്നത്. കാരണം അത് പറയാണ്ട് പറ്റില്ല. കാരണം ഒക്കെ കണ്ടിന്യൂഷൻ ആണ്. സെക്ഷൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ പോവുകയാണ് വീഡിയോസ് ഒക്കെ. ഇപ്പൊ ഇത് സെക്ഷൻ 40 എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് പോകുന്നത് വീഡിയോസിന്റെ അവസ്ഥയൊക്കെ. അതുകൊണ്ടാണ് നമുക്കത് പറയേണ്ടി വരുന്നത്. പിന്നെ കുറെ വീഡിയോസിലൊക്കെ കുറെ തെറ്റും പറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കങ്ങനെ അത് നിസ്സാരം വിട്ട് കളയാൻ പറ്റില്ല. കാരണം യൂട്യൂബിനും അതിൻ്റെതായിട്ടുള്ള മര്യാദകളും കാര്യങ്ങളും പാലിക്കണം നമ്മൾ. അതുകൊണ്ടാണ്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചില നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ചില വീഡിയോ, കാരണം അത്രയും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയിരിക്കും എടുക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അതിൽ വരും. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും കാര്യമില്ല, കാരണം അതിന് മുന്നേ നമ്മൾ കുറേ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് നമുക്ക് പിന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വീണ്ടും. ഇപ്പം ഈ ക്ലാസ്സൊക്കെ ഇന്നലെ നമ്മൾ പറയേണ്ടതായിരുന്നു. ഇന്നലെ സെക്ഷൻ 4ഉം 5ഉം വീഡിയോസിലൊക്കെ കുറേ അബദ്ധങ്ങൾ പറ്റി. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യായിരുന്നു. 22/6/2023 എന്നുള്ള വീഡിയോയിൽ, പബ്ലിഷ് ചെയ്തേക്കുന്ന വീഡിയോയിൽ. അപ്പം അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഭാഗം കവർ ചെയ്യായിരുന്നു. ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് എന്താണെന്നൊക്കെ. അത്രേ നമുക്ക് പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മിക്കവർക്കും ഇഷ്ടം ഉണ്ടാവില്ല. കാരണം ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും എല്ലാ വീഡിയോയിലും പറയാം, അല്ലെ ഒന്ന് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. ഞാൻ പിന്നെ നിങ്ങൾ മറന്നു പോകരുന്ന് വെച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നത്. മനസ്സിലാവാത്ത അവസ്ഥയൊക്കെ വരാലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് പറഞ്ഞേ പറ്റൂ, കാരണം ഒരിക്കലും അത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ എഡിറ്റിംഗ് അറിയാൻ പാടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പം അതുകൊണ്ട് നമുക്ക് എഡിറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതാണ് നമുക്ക് ഇങ്ങനെ കുറേ സമയം അത് കാരണം പോവുകയാണ്. നമ്മൾ ആ തെറ്റുപറ്റി എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയേണ്ടി വരികയാണ്. അല്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സും കവർ ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ പുതിയ വീഡിയോ എന്നുള്ള രീതിയിൽ ഇപ്പം ആദ്യമായിട്ടൊക്കെ ഒരാൾ വീഡിയോ കാണണമെങ്കിൽ അവർക്ക് ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടല്ലോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഫാൻ്റെ കാര്യം സിലബസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യം പറയുന്നത് ഒഴിവാക്കാൻ പറയും ചിലവർ, അതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് വേറെ മാർഗ്ഗമില്ല കേട്ടോ. അതുകൊണ്ട് ദയവേത് എല്ലാവരും ക്ഷമിക്കണം, ഞാൻ പറയണ കാര്യം റിപ്പീറ്റ് ചെയ്ത് കുറേ തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആത്മാർത്ഥമായിട്ട് അതിന് ഞാൻ എന്താ പറയുക, ക്ഷമ ചോദിക്കരുത്. കാരണം നമുക്ക് ഈ റിപ്പീറ്റ് ചെയ്തൊന്നും പറയാണ്ട് വേറെ വഴിയില്ല. ഒന്നാമത്തെ ഈ ബുക്ക് പുതിയത് മേടിക്കണമായിരുന്നു, അതിനി നടക്കില്ല. അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ നിൽക്കണം. അപ്പം അതുകൊണ്ടാണ്. അപ്പം നമുക്ക് പറയാം കേട്ടോ, നമുക്ക് പറയാം. ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം ആൻഡ് ബയോസ്ഫിയർ, climate change and related issues, global warming and sustainability, world water resources, biodiversity, introduction, endangered species, habitats in danger, short notes on India's biodiversity, India's natural vegetation and biodiversity, other current environment issues, trends in world population, global ocean resources, the hungry planet, global human migration, agrobiodiversity in India, conservation and management, agrobiodiversity/PGR, India's environmental efforts, the Ministry of Environmental and Forestry (MOEF), short notes on other environmental authorities related programs, National Wetland Conservation and Management Program (NWCMP), important environmental standards in India, data tables and India's biodiversity, short notes, basis of environmental science, environmental economics and environmental policy, evaluation, biodiversity and population ecology, global climate change, chronology of environmental movement, glossary of environmental terms, important abbreviations, question bank, basis of environmental science, environmental economics and environmental policy, evaluation, biodiversity and population ecology, global climate change, multiple choice questions. ഇതൊന്നും കൂടി പറയണം നമ്മൾ. ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ഒന്നാമത്തെ ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്. ഇതിങ്ങനെ തിരിച്ചേക്കാണ്, ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സും പിന്നെ അതിൽ തന്നെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സായിട്ട് വീണ്ടും തിരിച്ചേക്കാണ്. ഇത് നമ്മൾ കണ്ടൻസിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കണ്ടൻസിലെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടി മനസ്സിലാവും. കണ്ടൻസ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചെയ്തേക്കണ വീഡിയോ ഒക്കെ, അപ്പോൾ അതൊന്നും നോക്കുക. ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്, ഇക്കോസിസ്റ്റം ആൻഡ് ബയോസ്ഫിയർ, climate change related issues, global warming and sustainability, world water resources, biodiversity, introduction, endangered species, habitats in danger, short notes on India's biodiversity, India's natural vegetation and biodiversity, other current environmental issues, trends in world population, short notes, basis of environmental science, environmental economics and environmental policy, evaluation, biodiversity and population ecology, global climate change, chronology of environmental movement, glossary of environmental terms, important abbreviations, question bank, basis of environmental science, environmental economics and environmental policy, evaluation, biodiversity and population ecology, global climate change, multiple choice questions. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്.
പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, അത് നമ്മൾ വേറെ വേറെ വീഡിയോസ് ഒക്കെ ഒന്ന് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് കുറച്ചും കൂടി നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലും ഞാൻ വെറുതെ പറയണം, നിങ്ങൾ ദയവ് ചെയ്തിട്ട് യൂട്യൂബ് ഫീൽഡിലോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എഡിറ്റിംഗ് എന്തായാലും പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ സെക്ഷൻ 4, 5 തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം നമുക്ക് എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എന്ത് മിസ്റ്റേക്ക് പറ്റിയാലും അത് തിരുത്താൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഗുണം. അതുകൊണ്ട് എല്ലാവരും എഡിറ്റിംഗ് പഠിക്കുക. എവിടെയെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്, അവിടെ പോയി പഠിക്കാൻ നോക്കുക. യൂട്യൂബ് ഫീൽഡ് പ്രൊഫഷനായിട്ട് എടുക്കുന്നവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഞാനിപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു വീഡിയോയിൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ സമയവും നമ്മുടെ പോവും, ഒട്ടൊരു കാര്യവുമില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടിയും വരും. കാരണം നമ്മുടെ കടമയാണ്. കാരണം എല്ലാത്തിനും ഒരു മാനേഴ്സ് ഉണ്ട് ഇപ്പോൾ യൂട്യൂബിലെ വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ പറ്റി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പറയേണ്ടി വരുന്നത്. അപ്പം അതുകൊണ്ട് എഡിറ്റിംഗ് നിങ്ങൾ പഠിക്കാൻ നോക്കുക. വളരെ നല്ലതായിരിക്കും. ഇത് വളരെ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്നൊരു ഇതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പഠിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഠിക്കാട്ടോ, നിങ്ങളുടെ താല്പര്യമാണ് എന്ത് പഠിക്കണം എന്നുള്ളത്. എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. എനിക്ക് നല്ലതായിട്ടാണ് തോന്നുന്നത് എഡിറ്റിംഗ് പഠിക്കുന്നതൊക്കെ. ഞാൻ എഡിറ്റിംഗ് ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് അതേക്കുറിച്ച് അറിയാനും പാടില്ല. ഈ ഫോണിൽ എഡിറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് അതൊട്ട് നടക്കുന്നുമില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി നമ്മൾ എഡിറ്റ് ചെയ്യാന്ന് വെച്ചിട്ട്, പക്ഷെ ശരിയാവുന്നില്ല. വേറൊരു ആപ്പ് വെച്ച് നമ്മൾ ചെയ്തിട്ടൊന്നും ശരിയായില്ല, എനിക്കതൊന്നും ഇഷ്ടമായില്ല. അത് കാരണം കൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തു പോയാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അത് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ട അവസ്ഥയാണ്. പിന്നെ നമ്മൾ പിന്നീടുള്ള വീഡിയോയിൽ അതേക്കുറിച്ച് പറഞ്ഞ് സമയം കളയണം, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനപ്പോൾ ആർക്കും വരരുത് അങ്ങനത്തെ അവസ്ഥ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞെന്നുള്ളൂ. ഒരു പക്ഷെ ഫോണിൽ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം എനിക്ക് അറിയില്ല, ഞാൻ നോക്കിയിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അത് കാരണം കൊണ്ട് ഇപ്പോഴത്തെ വില കൂടിയ ഫോണുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവായിരിക്കും. എന്തായാലും നമ്മൾ ഇനി അതേക്കുറിച്ചൊന്നും നോക്കുന്നില്ല. എന്തായാലും നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ പഠിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ആഴ്ചക്കത്തെ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, 21/6/2023 ഭയങ്കര നഷ്ടമായിപ്പോയി. കാരണം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ അധികം തിരക്കുകൾ നമുക്ക് ഇപ്പം അങ്ങനെ ഇല്ല, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ആഴ്ച നമുക്ക് 25-ാം തീയതി ഈ വന്ന സൺഡേയും കൂടി വീഡിയോ ചെയ്യാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പറ്റണമെങ്കിൽ ഞാൻ ചെയ്യും. അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, സാഹചര്യം അനുസരിച്ചാണ്. തിരക്കുകളുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യും. കാരണം വല്ല യാത്രയോ അങ്ങനെയൊക്കെ വരണമെങ്കിൽ നടക്കില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരാഴ്ച ഫുൾ വീഡിയോ കിട്ടും. വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും ഈ ഒരാഴ്ചക്കത്തെ ഫുൾ എന്ന് വെച്ചാൽ 18-ാം തീയതി മുതൽ 25-ാം തീയതി വരെയുള്ള വീഡിയോ. അപ്പം നമുക്ക് ഇനി പറയാം. കാരണം വീഡിയോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവും, ഒരു ക്ലാസ് പറഞ്ഞു പോകാനും അതുപോലെ തന്നെ അത് മനസ്സിലാക്കാനും അതൊക്കെ ഒരു നല്ല സൗകര്യമായിരിക്കും അത്. അതുകൊണ്ടാണ്. അപ്പം നമുക്കിനി പറയാം ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്. ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ് ഇവിടെ മുതൽ ആരംഭിക്കാം കേട്ടോ. നമ്മുടെ ബുക്കില ഞാൻ നേരത്തെ പറഞ്ഞല്ല ശരിക്കുള്ള നമ്മുടെ ക്ലാസ്സുകളൊക്കെ. ഞാനിത് നേരത്തെ തന്നെ പറയാം കേട്ടോ, നമ്മുടെ ഹൈ സ്റ്റാൻഡേർഡ് വീഡിയോ ഒന്നും അല്ല. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഈ ബുക്കിലെ ലാസ്റ്റ് ഭാഗം വരെ ഉണ്ട്. ഞാനത് വെറുതെ ഒന്ന് കാണിക്കണം, ഇത്രയും ഉണ്ട് കേട്ടോ ഈ ബുക്ക്. അതെ, ഇത്രയുണ്ട് ബുക്ക്. ഇത്രയും നമുക്കിനി ക്ലാസ് എടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബുക്കിൻ്റെ ഒരു എന്താ പറയുക കണ്ടീഷൻ. അപ്പം നമുക്ക് പറയാം ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ പേപ്പർ 1 CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്. ഇക്കോസിസ്റ്റം ആൻഡ് ബയോസ്ഫിയർ. ഇക്കോസിസ്റ്റം ആൻഡ് ബയോസ്ഫിയർ ഇത് ഞാൻ 2 പ്രാവശ്യം വെച്ച് വായിക്കും. കാരണം ഈ പാസേജ് അധികം ഇതില്ല, ലെങ്തി അല്ല. പിന്നെ വലിയ പാസേജ് ആണെങ്കിൽ നമ്മൾ 4 പ്രാവശ്യം വെച്ച് പറയും. അത്രേ നമുക്ക് സമയമുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇതിക്കുള്ളൊക്കെ പറയേണ്ടതാണ്, പക്ഷെ സമയമില്ല. ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്, ഇക്കോസിസ്റ്റം ആൻഡ് ബയോസ്ഫിയർ, കമ്മ്യൂണിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം ഡൈനാമിക്സ്. അപ്പോൾ ഇക്കോസിസ്റ്റം ആൻഡ് ബയോസ്ഫിയർ, കമ്മ്യൂണിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം ഡൈനാമിക്സ്. A community is the population that inhabits a certain area. They may vary in size and boundaries. An ecosystem is a higher level of organization. The community plus its physical environment. Ecosystem can be studied from a structural view of population distribution or from a functional
view of energy flow and other processes. അപ്പോൾ ഒന്നും കൂടി വായിക്കണം. ഇക്കോസിസ്റ്റം ആൻഡ് ബയോസ്ഫിയർ, കമ്മ്യൂണിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം ഡൈനാമിക്സ്. എ കമ്മ്യൂണിറ്റി is the population that inhabits a certain area. They may vary in size and boundaries. An ecosystem is a higher level of organization. The community plus its physical environment. Ecosystem can be studied from a structural view of population distribution or from a functional view of ഒന്നും കൂടി വായിക്കണം. ക്യാമറയുടെ ക്ലാരിറ്റി പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഇക്കോസിസ്റ്റം ആൻഡ് ബയോസ്ഫിയർ, കമ്മ്യൂണിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം ഡൈനാമിക്സ്. എ കമ്മ്യൂണിറ്റി is the population that inhabits a certain area. They may vary in size and boundaries. An ecosystem is a higher level of organization. The community plus its physical environment. Ecosystem can be studied from a structural view of population distribution or from a functional view of energy flow and other processes. അപ്പം നമുക്കിതിൽ പ്രധാനപ്പെട്ടായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം ഡൈനാമിക്സിനെ കുറിച്ചാണ്. അതിൽ കമ്മ്യൂണിറ്റി is the population that inhabits a certain area എന്നാണ് പറയുന്നത്. The community is the population that inhabits a certain area. They may vary in size and boundaries. An ecosystem is a higher level of organization. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്സ് ആണ്. പിന്നെ ecosystem can be studied from a structural view of population distribution or from a functional view of energy flow and other processes. ഇതിൽ പ്രധാനമായിട്ട് കമ്മ്യൂണിറ്റി എന്നുള്ളത്, അതുപോലെ തന്നെ ഇക്കോസിസ്റ്റം, അതുപോലെ തന്നെ അതൊക്കെ പ്രധാനപ്പെട്ട തന്നെ വാക്കുകളാണ്. അതൊക്കെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിറ്റി is the population that inhabits a certain area എന്നാണ്. അതുപോലെ തന്നെ an ecosystem is a higher level of organization. The community plus its physical environment. ഇതൊക്കെ ഓർത്തിരിക്കാം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അതിൽ. അപ്പം നമുക്കത് അവസാനിപ്പിക്കാം. കമ്മ്യൂണിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം ഡൈനാമിക്സ്. അടുത്തത് കമ്മ്യൂണിറ്റി സ്ട്രക്ചർ ആണ് വരുന്നത്. കമ്മ്യൂണിറ്റി സ്ട്രക്ചർ. Ecologists find that within the community many populations are not randomly distributed. This organization that was a pattern and process of spatial distribution of species was a major accomplishment of ecology. Two of the most important patterns are open community and closed community structures. While open community structure has a population without ecotones, bracket discrete units with sharp boundaries, bracket close. In a closed community, the native species adhere by geography ranges and density peaks. അപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി സ്ട്രക്ചർ തന്നെ ഒന്നും കൂടി പറയാം. ഇക്കോളജിസ്റ്റ് ഫൈൻഡ് ദാറ്റ് within the community many populations are not randomly distributed. This organization that were a pattern and process of spatial distribution of species was a major accomplishment of ecology. Two of the most important patterns are open community and closed community structures. While open community structure has a population without ecotones, bracket discrete units with sharp boundaries, bracket close. In a closed community, the native species adhere by geographic ranges and density peaks. ഇതും ചെറിയൊരു പാസേജ് ആണ്. അപ്പോൾ കമ്മ്യൂണിറ്റി സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇക്കോളജിസ്റ്റ് ഫൈൻഡ് ദാറ്റ് വിത്തിൻ ദ കമ്മ്യൂണിറ്റി മെനി പോപ്പുലേഷൻസ് ആർ നോട്ട് റാൻഡമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ് പറയുന്നത്. ദിസ് ഓർഗനൈസേഷൻ ദാറ്റ് വെയർസ് പാറ്റേൺ ആൻഡ് പ്രോസസ് സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പേസസ് വാസ് എ മേജർ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഇക്കോളജി. ടു ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാറ്റേൺസ് എന്ന് പറയുന്നത് ആർ ഓപ്പൺ കമ്മ്യൂണിറ്റി ആൻഡ് ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ വൈൽ ഓപ്പൺ കമ്മ്യൂണിറ്റി സ്ട്രക്ചേഴ്സ് ഹാസ് എ പോപ്പുലേഷൻ വിത്തൗട്ട് ഇക്കോട്ടോൺസ് എന്നാണ് പറയുന്നത്. അതിൽ ബ്രാക്കറ്റിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ എ ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി ദ നേറ്റീവ് സ്പേസസ് അഡിയർ ബൈ ജോഗ്രഫിക്കൽ റേഞ്ചസ് ആൻഡ് ഡെൻസിറ്റി പീക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലെ പോയിന്റ് പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാറ്റേൺസ് ആർ എന്നുള്ളതാണ്. ഓപ്പൺ കമ്മ്യൂണിറ്റി ആൻഡ് ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി സ്ട്രക്ചേഴ്സ്. അതുപോലെ തന്നെ
ഇത്രയും കാര്യങ്ങൾ വൈൽ ഓപ്പൺ കമ്മ്യൂണിറ്റി ആൻഡ് ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി അത് ഓർത്തിരിക്കുക. പിന്നെ this recognition that there was a pattern and spatial distribution of species was a major accomplishment of ecology എന്നാണ് പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഫസ്റ്റ് പറയുന്ന പോയിന്റ്സ്, ഇക്കോളജിസ്റ്റ് ഫൈൻഡ് ദാറ്റ് വിത്തിൻ ദ കമ്മ്യൂണിറ്റി മെനി പോപ്പുലേഷൻസ് ആർ നോട്ട് റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇതൊക്കെ ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക, ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇപ്പം നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ ഇക്കോളജിസ്റ്റ് ഫൈൻഡ് ദാറ്റ് വിത്തിൻ ദ കമ്മ്യൂണിറ്റി മെനി പോപ്പുലേഷൻസ് ആർ നോട്ട് റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള ആ വാക്ക് ഒരിക്കലും മറന്നു പോകരുത്. അതെന്തായാലും നമ്മൾ അതേ രീതി തന്നെ പഠിച്ചു പോകണം. എന്നാലൊരു സെന്റൻസിനും പാസേജിനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകം ഓർക്കുക. പിന്നെ ഇതിൽ പറയുന്നുണ്ട് വൈൽ ഓപ്പൺ കമ്മ്യൂണിറ്റി സ്ട്രക്ചേഴ്സ് ആസ് എ പോപ്പുലേഷൻ വിത്തൗട്ട് ഇക്കോട്ടോൺസ്. അത് ഓർത്തിരിക്കുക. അതിന്റെ ബ്രാക്കറ്റിൽ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് വിത്ത് ഷാർപ്പ് ബൗണ്ടറീസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഇതേപോലെ തന്നെ പഠിച്ചു വെക്കുക, അതായിരിക്കും കൂടുതൽ നല്ലത്. ഞാൻ പിന്നെ ഒരു പോയിന്റ്സ് ആയിട്ട് പ്രധാനപ്പെട്ട എന്നുള്ള രീതിയിൽ പറയണമെന്നുള്ളൂ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാറ്റേൺസ് ആർ ഓപ്പൺ കമ്മ്യൂണിറ്റി ആൻഡ് ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി. അതാണ് കമ്മ്യൂണിറ്റി സ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് ഇനി ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് ആണ്. ഇതിപ്പോൾ നമ്മൾ എനിക്കൊക്കെ ഇതുപോലത്തെ പാസേജുകൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞ നമ്മൾ ഇതേ രീതി തന്നെ പഠിച്ചു പോകാന്നുള്ളത്. 2-3 പ്രാവശ്യം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പഠിക്കുന്നല്ല, 2-4 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ നമുക്കിത് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അതങ്ങ് പതിഞ്ഞോളും, അതായിരിക്കും നല്ലത്. പിന്നെ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഓരോന്നിൻ്റെയും പോയിന്റ്സ്. ഇപ്പോൾ ഫസ്റ്റത്തെ കമ്മ്യൂണിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം ഡൈനാമിക്സ് ഉണ്ട്. അതിൽ കമ്മ്യൂണിറ്റീസ് പോപ്പുലേഷൻ ദാറ്റ് ഇൻഹാബിറ്റ്സ് സർട്ടൻ ഏരിയ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആൻ ഇക്കോസിസ്റ്റം ഇസ് എ ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് എന്നാണ്. അപ്പൊ നമുക്കിനി ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് നോക്കാം. there are two basic categories of communities: terrestrial bracketൽ land and aquatic bracketൽ water. These two basic types of community contain 8 smaller units are known as biomes. A biome is a large scale category containing many communities of a similar nature whose distribution is largely controlled by climate. അപ്പോൾ ഒന്നാമത്തെ ടെറസ്ട്രിയൽ ബയോംസ്, അതിൻ്റെ നേരെ തുണ്ട്ര, ഗ്രാസ്ലാൻഡ്, ഡിസേർട്ട്, തൈഗ, ടെമ്പറേറ്റ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. അടുത്തത് രണ്ടാമത്തെ അക്യൂട്ടിക് ബയോംസ്, മറൈൻ, ഫ്രഷ് വാട്ടർ. അതാണ് വരുന്നത്. നമുക്ക് ഒന്നുകൂടി വായിക്കാം. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ്. ദർ ആർ 2 ബേസിക് കാറ്റഗറീസ് ഓഫ് കമ്മ്യൂണിറ്റീസ്: terrestrial bracket land and aquatic bracket water. These 2 basic types of community contain 8 smaller units known as biomes. A biome is a large scale category containing many communities of a similar nature whose distribution is largely controlled by climate. ഒന്ന് ടെറസ്ട്രിയൽ ബയോംസ്, തുണ്ട്ര, ഗ്രാസ്ലാൻഡ്, ഡെസേർട്ട്, ടൈഗ, ടെമ്പറേറ്റ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. രണ്ടാമത്തെ അക്യൂട്ടിക് ബയോംസ്, മറൈൻ, ഫ്രഷ് വാട്ടർ. അപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഇതേ ഓർഡറിൽ തന്നെ പഠിക്കുക. അതിപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് എന്ന് ചോദിക്കുമ്പോൾ ദർ ആർ 2 ബേസിക് കാറ്റഗറീസ് ഓഫ് കമ്മ്യൂണിറ്റീസ്: terrestrial bracket land and aquatic bracket water. അത് അതേ രീതി തന്നെ പഠിച്ചു പോവാം. These 2 basic types of community contain 8 smaller units are known as biomes. അതൊക്കെ അതുപോലെ തന്നെ പോവുക. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ വാക്ക് there are 2 basic categories of communities: terrestrial land and aquatic water എന്നുള്ളത് നമ്മൾ വിട്ടുകളയരുത്. അത് അതേ രീതി തന്നെ ഫസ്റ്റ് തുടങ്ങണ ആ പോയിന്റ്സിൽ തന്നെ നമ്മൾ വായിച്ചു പോവുക. ആ ഓർഡറിൽ തന്നെ പഠിക്കുക ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് പോവും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നമുക്ക് ഒന്നുകൂടി പറയാം. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ്. ദർ ആർ 2 ബേസിക് കാറ്റഗറീസ് ഓഫ് കമ്മ്യൂണിറ്റീസ്: terrestrial bracket land and aquatic bracket water. These 2 basic types of community contain 8 smaller units known as biomes. A biome is a large scale category containing many communities of a similar nature whose distribution is largely controlled by climate. ഒന്ന് ടെറസ്ട്രിയൽ ബയോംസ്, തുണ്ട്ര, ഗ്രാസ്ലാൻഡ്, ഡിസേർട്ട്, ടൈഗ, ടെമ്പറേറ്റ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ്.
രണ്ട് അക്യോട്ടിക് ബയോംസ്, മറൈൻ, ഫ്രഷ് വാട്ടർ. അപ്പൊ നമുക്ക് ഇനി ഇതൊന്നും കൂടി പറയില്ല, പോയിന്റ്സും കാര്യമൊക്കെ. അപ്പൊ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ ദർ ആർ ടു ബേസിക് കാറ്റഗറീസ് ഓഫ് കമ്മ്യൂണിറ്റീസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതൊന്ന് ടെറസ്ട്രിയൽ, ലാൻഡ്, ആൻഡ് അക്യോട്ടിക് എന്നുള്ളത് വാട്ടർ ആണ്. ടെറസ്ട്രിയൽ എന്ന് വെച്ചാൽ ലാൻഡ്, അക്യോട്ടിക് എന്ന് വെച്ചാൽ വാട്ടർ, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ദിസ് ടു ബേസിക് ടൈപ്സ് ഓഫ് കമ്മ്യൂണിറ്റി കണ്ടെയ്ൻ 8 സ്മോളർ യൂണിറ്റ് നോൺ ആസ് ബയോംസ്. അതും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. A biome is a large scale category of containing many communities of a similar nature whose distribution largely controlled by climate. നല്ലൊരു പോയിന്റ് ആണ്. whose distribution is largely controlled by climate. അപ്പോൾ ഒന്നാമത്തെ ടെറസ്ട്രിയൽ ബയോംസിൽ വരുന്നത് തുണ്ട്ര, ഗ്രാസ്ലാൻഡ്, ഡെസേർട്ട്, ടൈഗർ, ടെമ്പറേറ്റ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, അക്യോട്ടിക് ബയോംസിൽ മറൈൻ, ഫ്രഷ് വാട്ടർ. ഈ ബയോം എന്ന് പറയുന്നത് ബയോം ഇസ് എ ലാർജ് സ്കെയിൽ കാറ്റഗറി കണ്ടെയ്നിങ് മെനി കമ്മ്യൂണിറ്റീസ് ഓഫ് എ സിമിലർ നേച്ചർ എന്നാണ് പറയുന്നത് കേട്ടോ. അത് ഓർത്തിരിക്കുക. whose distribution is largely controlled by climate. ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. There are two basic categories of communities, terrestrial bracket land and aquatic water. A biome is a large scale category containing many communities of a similar nature whose distribution is largely controlled by climate. ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ടെറസ്ട്രിയൽ ബയോംസ്, അക്വാറ്റിക് ബയോംസ്, അങ്ങനെ 2 കാറ്റഗറീസ് ഓഫ് കമ്മ്യൂണിറ്റീസ് ആണ്. ഇനി നമുക്ക് അടുത്തത് ചേഞ്ചസ് ഇൻ കമ്മ്യൂണിറ്റീസ് ഓവർ എ ടൈം. ചേഞ്ച് ഇൻ കമ്മ്യൂണിറ്റീസ്, ചേഞ്ചസ് ഇൻ കമ്മ്യൂണിറ്റീസ് ഓവർ എ ടൈം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ബയോളജിക്കൽ കമ്മ്യൂണിറ്റീസ് ചേഞ്ച് ഓവർ the time. Ecological time focus on community events that occur over decades or centuries. Geological time focus on events lasting thousands of years or more. Community succession is the sequential replacement of species by the immigration of new species and local extinction of older ones following a disturbance that creates unoccupied habitats for colonization. The initial rapid colonizer species are the pioneer community. Eventually, a climax community of more or less stable but slower growing species develops. അപ്പോൾ ഒന്നും കൂടി വായിക്കണം. ചേഞ്ചസ് ഇൻ കമ്മ്യൂണിറ്റീസ് ഓവർ എ ടൈം. ബയോളജിക്കൽ കമ്മ്യൂണിറ്റീസ് ചേഞ്ച് ഓവർ ദ ടൈം. Ecological time focus on community events that occur over decades or centuries. Geological time focus on events lasting thousands of years or more. Community succession is a sequential replacement of species by the immigration of new species and local extinction of older ones following a disturbance that creates unoccupied habitats for colonization. The initial rapid colonizer species are the pioneer community. Eventually, a climax community of more or less stable but slower growing species develops. Change in communities over a time. Biological communities change over the time. Ecological time focus on community events that occur over decades or centuries. അത് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. അതുപോലെ തന്നെ ജിയോളജിക്കൽ ടൈം ഫോക്കസ് ഓൺ ഈവൻറ്റ്സ് ലാസ്റ്റിംഗ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓർ മോർ. പിന്നെ അടുത്തത് കമ്മ്യൂണിറ്റി സക്സഷൻ ഈസ് ദ സിക്വൻഷ്യൽ റീപ്ലേസ്മെന്റ് ഓഫ് സ്പേസസ് ബൈ ദ ഇമിഗ്രേഷൻ ഓഫ് ന്യൂ species and local extinction of older ones following a disturbance that creates unoccupied habitats
For colonization, the initial rapid colonizer species are the pioneer community. അപ്പോൾ നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം. എന്തായാലും ഫസ്റ്റ് സെന്റൻസ് എന്തായാലും നമ്മൾ പറഞ്ഞിരിക്കണം. അത് ഏത് ആൻസേഴ്സ് പറയുകയാണെങ്കിലും ചേഞ്ചസ് കമ്മ്യൂണിറ്റീസ് ഓവർ എ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചേഞ്ചസ് കമ്മ്യൂണിറ്റീസ് ഓവർ എ ടൈം എന്നുള്ളതിൽ ബയോളജിക്കൽ കമ്മ്യൂണിറ്റീസ് ചേഞ്ച് ഓവർ ദ ടൈം എന്നുള്ളത് എന്തായാലും പറഞ്ഞിരിക്കണം. ഇക്കോളജിക്കൽ ടൈം ഫോക്കസ് ഓൺ കമ്മ്യൂണിറ്റി ഈവൻറ്റ്സ് ദാറ്റ് ഒക്കർ ഓവർ ഡിക്കേഡ്സ് ഓർ സെഞ്ചുറീസ്. ഇനി അടുത്ത പോയിന്റ്സ് ആണ്. ജിയോളജിക്കൽ ടൈം ഫോക്കസ് ഓൺ ഈവൻറ്റ്സ് ലാസ്റ്റിംഗ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓർ മോർ എന്നുള്ളത് പ്രധാനപ്പെട്ട പോയിന്റ്സ് തന്നെയാണ്. പിന്നെ വരുന്നത് community succession is a sequential replacement of species by the emigration of new species and local extinction of older ones following a disturbance that creates unoccupied habitats for colonization. പിന്നെ വരുന്നത് ലാസ്റ്റ് sentence, the initial rapid colonizer species are the pioneer community. Eventually a climax community of more less stable but slower growing species develops എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഇതിലെ കുറച്ച് വാക്കുകൾ നമുക്ക് പറയാം. ഒന്നാമത്തെ ഇതിൽ പറയുന്നത് ചേഞ്ചസ് ഇൻ കമ്മ്യൂണിറ്റീസ് ഓവർ എ ടൈം എന്നുള്ളതിൽ ഇക്കോളജിക്കൽ ടൈം എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ജിയോളജിക്കൽ ടൈം എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സക്സഷൻ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വാക്ക് ദ ഇനീഷ്യൽ റാപ്പിഡ് കൊളോണൈസർ സ്പേസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആർ ദ പൈനർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ദ ഇനീഷ്യൽ റാപ്പിഡ് കൊളോണൈസർ സ്പേസിസ് ആർ ദ പൈനിയർ കമ്മ്യൂണിറ്റി. ഇവഞ്ച്വലി ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഓഫ് മോർ ഓർ ലെസ് സ്റ്റേബിൾ ബട്ട് സ്ലോവർ ഗ്രോവിങ് സ്പേസസ് ഡെവലപ്സ് എന്ന് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട തന്നെയാണ്. ജിയോളജിക്കൽ ടൈം, ഇക്കോളജിക്കൽ ടൈം, കമ്മ്യൂണിറ്റി സക്സഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇനി അടുത്തത് ഡിസ്റ്റർബൻസ് ഓഫ് എ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് വരുന്നത്. ഡിസ്റ്റർബൻസ് ഓഫ് എ കമ്മ്യൂണിറ്റി, ദ ബേസിക് എഫക്റ്റ് ഓഫ്, ഞാനൊരു കാര്യം കൂടി പറയട്ടെ, എന്നെ കൊണ്ടാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത്ര എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ. ഇനി പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം നമുക്ക് ഇനി അടുത്തത് പറയാം. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നും കൂടി പറയാം. ഇക്കോസിസ്റ്റം ആൻഡ് ബയോസ്ഫിയർ, അതിൽ കമ്മ്യൂണിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം ഡൈനാമിക്സ്, കമ്മ്യൂണിറ്റി സ്ട്രക്ചർ, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ്, ചേഞ്ചസ് ഇൻ കമ്മ്യൂണിറ്റീസ് ഓവർ എ ടൈം, ഡിസ്റ്റർബൻസ് ഓഫ് എ കമ്മ്യൂണിറ്റി. ഇനി അടുത്ത ഡിസ്റ്റർബൻസ് ഓഫ് എ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. ചേഞ്ചസ് ഇൻ കമ്മ്യൂണിറ്റീസ് ഓവർ എ ടൈം നമ്മൾ പറഞ്ഞ് ഡിസ്റ്റർബൻസ് ഓഫ് എ കമ്മ്യൂണിറ്റി. ഇനിയും എനിക്ക് നിങ്ങളോട് കുറച്ച് കാലോട് പറയാനുണ്ട്. അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സമയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് പറയും, അങ്ങനെ വിചാരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. നമ്മൾ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്, എന്നാൽ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് സമയം ഉണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയും, അങ്ങനെ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് പറയാം. ഡിസ്റ്റർബൻസ് ഓഫ് എ കമ്മ്യൂണിറ്റി. The basic effect of human activity on communities is community simplification. An overall reduction of species diversity. Agriculture is a purposeful human intervention in which a monoculture of a single favored crop species such as corn is created. Most agricultural species are derived from pioneering communities. നമുക്കൊന്നുകൂടി പറയാം. ഡിസ്റ്റർബൻസ് ഓഫ് എ കമ്മ്യൂണിറ്റി, അതായത് ക്യാമറയുടെ ക്ലാരിറ്റി ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്, അതോടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരുന്നത്.
അതിനെ നമ്മൾ ക്ഷമ ചോദിക്കണം. കാരണം ക്യാമറയുടെ ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞോണ്ട് ഒരു കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. ക്ലാരിറ്റി ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ വളരെ മനസ്സിലാവുന്ന ഒരു ക്ലാസ് ഒന്നും ആവണമെന്നില്ല. അപ്പോൾ ക്ലാരിറ്റി പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഡിസ്റ്റർബൻസ് ഓഫ് എ കമ്മ്യൂണിറ്റി. ദ ബേസിക് എഫക്റ്റ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി ഓൺ community simplification and overall reduction of species diversity. Agriculture is a purposeful human intervention in which a monoculture of a single favored crop species such as corn is created. Most agriculture spaces are derived from pioneering communities. Intermittent human intervention can produce stressed communities having a favor of species as well as superabundance of some species. Disturbances favor early successional pioneer species that can grow and reproduce rapidly. അപ്പോൾ ഡിസ്റ്റർബൻസ് ഓഫ് എ കമ്മ്യൂണിറ്റി നമുക്ക് ഒന്നുകൂടി പറയാം. ഇതിപ്പോൾ നമ്മുടെ മൊബൈലിൽ നമുക്ക് ഇത്രേ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് കണ്ടില്ലേ, ഇത് ഭയങ്കരമായിട്ട് ലെങ്തി ആയിട്ടാണ് സെൻറ്റൻസ് എടുക്കുന്നത്. ഇത്രയും വരെ ഉണ്ട് ബുക്ക്. ഇതാണ്ട ഇത്രയും വരെ ബുക്കാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഭയങ്കര ലെങ്തി ആയിട്ട് സെൻറ്റൻസ് എടുക്കണതിനോട് നമുക്ക് ഇതിങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ മാർഗമില്ല. ഡിസ്റ്റർബൻസ് ഓഫ് ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ, വേറെ ഉണ്ട്. ഇക്കോളജി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബുക്കിൻ്റെ അവസ്ഥ. സൈഡിൽ വേറെ പാസേജും ഉണ്ടാവും. ഇത് കൂടാണ്ട് എല്ലാം നമ്മൾ പറയേണ്ടതായിട്ട് വരും. അങ്ങനെ ബുക്കിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ക്രമീകരണമൊക്കെ. ചേഞ്ചസ് കമ്മ്യൂണിറ്റീസ് ഓവർ എ ടൈം പറയാം. സോറി അതല്ല, ഡിസ്റ്റർബൻസ് ഓഫ് എ കമ്മ്യൂണിറ്റി. ഒന്നുകൂടി പറയാം. ദ ബേസിക് എഫക്റ്റ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി ഓൺ കമ്മ്യൂണിറ്റി ഈസ് എ കമ്മ്യൂണിറ്റി സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഓവറോൾ റിഡക്ഷൻ of species diversity. Agriculture is a purposeful human intervention in which a monoculture of a single favored crop species such as corn is created. Most agriculture species are derived from pioneering communities. Intermittent human intervention can produce stressed communities having a favor species as well as a superabundance of some species. Disturbance favor early successional pioneer species that can grow and reproduce rapidly. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറയാം. ദ ബേസിക് എഫക്റ്റ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി ഓൺ കമ്മ്യൂണിറ്റീസ് ഈസ് എ കമ്മ്യൂണിറ്റി സിംപ്ലിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ആൻഡ് ഓവറോൾ റിഡക്ഷൻ ഓഫ് സ്പീസീസ് ഡൈവേഴ്സിറ്റി. അഗ്രികൾച്ചർ ഈസ് എ പർപ്പസ്ഫുൾ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇൻ വിച്ച് എ മോണോകൾച്ചർ ഓഫ് എ single favored crop species such as corn is created. Most agricultural species are derived from pioneering communities. Intermittent human intervention can produce stressed communities having a favor species as well as superabundance of some species. Disturbance favor early successional pioneer species that can grow and reproduce rapidly. Change in communities over a time. നമ്മളതിൽ കുറച്ച് ഇത് പറയാം നമുക്ക് പോയിന്റ്സ്. ബയോളജിക്കൽ കമ്മ്യൂണിറ്റീസ് ചേഞ്ച് ഓവർ ദ ടൈം. അത് നമ്മൾ അങ്ങനെ തന്നെ പറയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എന്നാലാണ് ആ സെൻറ്റൻസിനൊരു രസം ഉണ്ടാവുള്ളൂ കാണുമ്പോൾ. പിന്നെ ഇക്കോളജിക്കൽ ടൈം ഫോക്കസ് ഓൺ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് ദാറ്റ് ഒക്കർ ഓവർ ഡിക്കേഡ്സ് ഓർ സെഞ്ചുറീസ്. പിന്നെ ജിയോളജിക്കൽ ടൈം ഫോക്കസ് ഓൺ ഇവൻറ്റ്സ് ലാസ്റ്റിംഗ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓർ മോർ. തെറ്റിപ്പോയിട്ടാ, വീണ്ടും തെറ്റിപ്പോയി. ചേഞ്ച് ഇൻ കമ്മ്യൂണിറ്റീസ് ഓവർ എ ടൈം എന്നുള്ളിടത്തേക്ക് ഞാൻ പോയാണ്. സോറി വെരി സോറി. നമ്മൾ ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഡിസ്റ്റർബൻസ് ഓഫ് എ കമ്മ്യൂണിറ്റിയാണ്. ഇത് നമ്മൾ ഇതിലെ കുറച്ച് പോയിന്റ്സ് പറയാണ്. ഇതിലുണ്ടാ മാറിപ്പോയതാണ്. ഡിസ്റ്റർബൻസ് ഓഫ് എ കമ്മ്യൂണിറ്റി. ദ ബേസിക് എഫക്റ്റ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി ഓൺ കമ്മ്യൂണിറ്റീസ് ഈസ് എ കമ്മ്യൂണിറ്റി സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഓവറോൾ റിഡക്ഷൻ ഓഫ് സ്പീസീസ് ഡൈവേഴ്സിറ്റി എന്നുള്ളത് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഇസ് എ പർപ്പസ്ഫുൾ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇൻ വിച്ച് എ മോണോകൾച്ചർ ഓഫ് എ single favored crop species such as corn is created.
പിന്നെ അടുത്ത പോയിന്റ് ഇന്റർവെർട്ടന്റ് ഹ്യൂമൻ ഇന്റർവെൻഷൻ ക്യാൻ പ്രൊഡ്യൂസ് സ്ട്രെസ്ഡ് കമ്മ്യൂണിറ്റീസ് ഹാവിങ് എ ഫേവർ സ്പൈസീസ് ആസ് വെൽ ആസ് എ സൂപ്പർബണ്ടൻസ് ഓഫ് സം സ്പൈസീസ്. അതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പിന്നെ ഡിസ്റ്റർബൻസ് ഫേവർ ഏർലി സക്സഷണൽ പൈനിയർ സ്പൈസീസ് ദാറ്റ് ക്യാൻ ഗ്രോ ആൻഡ് റീപ്രൊഡ്യൂസ് റാപ്പിഡലി. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒക്കെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഒന്ന് കമ്മ്യൂണിറ്റി സിംപ്ലിഫിക്കേഷൻ, അതുപോലെ തന്നെ സ്പേസിസ് ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ സക്സഷണൽ ബ്രാക്കറ്റിൽ പൈനിയർ സ്പേസീസ്, പിന്നെ പൈനിയറിങ് കമ്മ്യൂണിറ്റീസ്. മോസ്റ്റ് അഗ്രികൾച്ചർ സ്പേസസ് ആർ ഡെറൈവ്ഡ് ഫ്രം പൈനിയർ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ് തന്നെയാണ്. എന്തായാലും ഡിസ്റ്റർബൻസ് ഓഫ് എ കമ്മ്യൂണിറ്റിയിൽ ദ ബേസിക് എഫക്റ്റ് ഹ്യൂമൻ ആക്ടിവിറ്റി ഓൺ എ കമ്മ്യൂണിറ്റി സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഓവറോൾ റിഡക്ഷൻ ഓഫ് സ്പേസിസ് ഡൈവേഴ്സിറ്റി. അതങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. അതൊരിക്കലും മാറിപ്പോകരുത്. കാരണം അത് ഇങ്ങനെ തന്നെ കാണുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. ഇതുപോലെ നമ്മൾ പഠിച്ചോണായിരിക്കും ഭംഗി. ഇതിൽ പ്രധാനമായിട്ട് കമ്മ്യൂണിറ്റി സിംപ്ലിഫിക്കേഷൻ, അതുപോലെ തന്നെ സ്പേസസ് ഡൈവേഴ്സിറ്റി, പിന്നെ പൈനറിങ് കമ്മ്യൂണിറ്റീസ്, അതുപോലെ തന്നെ പൈനറി സ്പേസസ്, അങ്ങനത്തെ കുറേ വാക്കുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ മോണോകൾച്ചർ, പിന്നെ സിംഗിൾ ഫേവേർഡ് ക്രോപ്പ് സ്പേസീസ് സച്ച് ആസ് കോൺ ഈസ് ക്രിയേറ്റഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എല്ലാം ഒരേപോലെ തന്നെ പ്രാധാന്യമാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ പേരുകൾ ഒന്ന് ഓർക്കാൻ വേണ്ടി പറയണമെന്നുള്ളൂ. അപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഡിസ്റ്റർബൻസ് ഓഫ് എ കമ്മ്യൂണിറ്റി. അപ്പം ഇതെന്നല്ല ഇപ്പം ഏതാണെങ്കിലും ഇപ്പം ചേഞ്ചസ് കമ്മ്യൂണിറ്റീസ് ഓവർ എ ടൈം എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ ഇക്കോളജിക്കൽ ടൈം, ജിയോളജിക്കൽ ടൈം, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സക്സഷൻ, ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. എന്തു തന്നെ ആയിക്കോട്ടെ, എന്തായാലും ചേഞ്ചസ് ഇൻ കമ്മ്യൂണിറ്റീസ് ഓവർ എ ടൈമിലാണെങ്കിലും ബയോളജിക്കൽ കമ്മ്യൂണിറ്റീസ് ചേഞ്ച് ഓവർ ദ ടൈം. ഇക്കോളജിക്കൽ ടൈം ഫോക്കസ് ഓൺ കമ്മ്യൂണിറ്റി ഈവൻറ്റ്സ് ദാറ്റ് ഒക്കർ ഓവർ ഡിക്കേഡ്സ് ഓർ സെഞ്ചുറീസ് എന്നുള്ളത് അങ്ങനെ നമ്മൾ പഠിച്ചു വെക്കണം. പരമാവധി ആ പോയിന്റ്സ് ഒരിക്കലും വിട്ടുപോകരുത്. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അതുപോലെ തന്നെ ഡിസ്റ്റർബൻസ് ഓഫ് കമ്മ്യൂണിറ്റിയിലും നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ആ തുടക്കം നമ്മൾ അതേപോലെ തന്നെ പോവുക. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും നമ്മൾ പറയണമെന്നുള്ളൂ. അതിനൊരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് അതൊരു നമുക്ക് വായിച്ച് നമ്മുടെ ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ തന്നെ അതിനൊരു ഇതുണ്ടാവും. ചിലപ്പോൾ മറന്നൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്. എന്നാലും ഞാൻ എൻ്റെ ഒരു രീതിക്ക് അങ്ങ് പറഞ്ഞെന്നുള്ളൂ. ഇനി അടുത്തത് ഇക്കോസിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റീസ് ആണ് ഇനി പറയുന്നത്. ഇക്കോസിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഇത് വലിയ എസ്സേണ്. അതാണ് നമുക്ക് മൊത്തം ഒരു 4 പ്രാവശ്യം വെച്ച് വായിക്കാന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ പോയിന്റ്സ് ആയിട്ട് പറയും. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇക്കോളജിയും കൂടി വരുന്നുണ്ട്. അത് നമുക്ക് പറയാം. എന്തായാലും ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അത് പറയാം. അതായിരിക്കും നല്ലത്. കാരണം ഇത് വലിയ എസ്സേണ്. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇക്കോളജിനെ കുറിച്ച് പറയാം. ഇപ്പം ഈ സൈഡിലായിട്ടാണ് പാസേജുകൾ കൊടുത്തേക്കുന്നത്. ഈ ബുക്കിൻ്റെ മൊത്തത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ വിചാരിച്ച ഇക്കോസിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റീസ് പറയാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ശരിയാവില്ല. ഇത് പറയുന്നതായിരിക്കും കുറച്ചൊരു സൗകര്യം. അപ്പോൾ ഇക്കോളജി എന്താണെന്ന് പറയാം. Ecology. The ecosystem concept fits into an ordered view of nature that was developed by scientists to simplify the study of relationship between organisms and their physical environment, a field known as ecology. At the top of the hierarchy is the planet's entire living environment known as the biosphere. Within the biosphere are several large categories of living communities known as biomes, which are usually categorized by their dominant vegetation such as grasslands, tropical forest or deserts. The biomes are in turn made up of ecosystems. The living or biotic parts of an ecosystem such as the plants, animals and bacteria found in soil are known as community. The physical surroundings or abiotic components such as the minerals found in soil are known as the environment or habitat. ഒന്നുകൂടി വായിക്കാണ്. Ecology. The ecosystem concept fits into an ordered view of nature that was developed by scientists to simplify the study of relationship between organisms and their physical environment, a field known as ecology.
At the top of the hierarchy is the planet's entire living environment, known as the biosphere. Within the biosphere are several large categories of living communities known as biomes, which are usually categorized by their dominant vegetation, such as grasslands, tropical forests, or deserts. The biomes are in turn made up of ecosystems. The living or biotic parts of an ecosystem, such as the plants, animals, and bacteria found in soil, are known as community. The physical surroundings or abiotic components, such as the minerals found in soil, are known as the environment or habitat. അപ്പോൾ ഇക്കോളജിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഇക്കോളജി എന്ന് പറയുമ്പോൾ ദ ഇക്കോസിസ്റ്റം കോൺസെപ്റ്റ് ഫിറ്റ്സ് ഇൻ ടു ആൻ ഓൾറെഡി വ്യൂ ഓഫ് നേച്ചർ ദാറ്റ് വാസ് ഡെവലപ്ഡ് ബൈ സയൻറ്റിസ്റ്റ് ടു സിംപ്ലിഫൈ ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിക്സ് ആൻഡ് ദർ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് തന്നെ നമ്മൾ പഠിച്ചു പോകണം. ഫീൽഡ് നോൺ ആസ് ഇക്കോളജി, അതൊക്കെ അങ്ങനെ തന്നെ പോകണം പഠിച്ച്. അത് ആ പോയിന്റ്സ് നമ്മൾ ഒരിക്കലും വിടരുത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹൈറാർക്കി ഇസ് ദ പ്ലാനറ്റ്സ് എൻ്റർ ലിവിങ് എൻവയോൺമെൻറ്റ് known as the biosphere. Within the biosphere are several large categories of living communities known as biomes, which are usually categorized by their dominant vegetation, such as grasslands, tropical forests, or deserts. ഇതെല്ലാം പ്രധാനപ്പെട്ടാണ് ഒരേപോലെ. The biomes are in turn made up of ecosystems. The living or biotic parts of an ecosystem, such as the plants, animals, and bacteria found in soil, are known as community. The physical surroundings or biotic components, such as the minerals found in soil, are known as the environment or habitat. ഇനി ഇതിലെ കുറച്ച് വാക്കുകൾ പറയാം. ഇതിലെ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകൾ ഒരു സെന്റൻസ് പറയാം നമുക്ക്. ഒന്ന് നമ്മൾ പറഞ്ഞല്ല, ദ ഇക്കോസിസ്റ്റം കോൺസെപ്റ്റ് ഫിറ്റ്സ് ഇൻ ടു ആൻ ഓർഡർഡ് വ്യൂ ഓഫ് നേച്ചർ ദാറ്റ് വാസ് ഡെവലപ്ഡ് ബൈ സയൻറ്റിസ്റ്റ് ടു സിംപ്ലിഫൈ ദ സ്റ്റഡി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ഓർഗാനിക്സ് ആൻഡ് ദർ ഫിസിക്കൽ എൻവയോൺമെന്റ്, എ ഫീൽഡ് നോൺ ആസ് ഇക്കോളജി. അടുത്തത് അറ്റ് ദ ടോപ്പ് ഓഫ് ഹൈറാർക്കി ഈസ് ദ പ്ലാന്റ്സ് എൻ്റർ ലിവിങ് എൻവയോൺമെന്റ് നോൺ ആസ് ദ ബയോസ്ഫിയർ. വിത്തിൻ ദ ബയോസ്ഫിയർ ആർ സെവറൽ ലാർജ് കാറ്റഗറീസ് ഓഫ് ലിവിങ് കമ്മ്യൂണിറ്റീസ് നോൺ ആസ് ബയോംസ്. ഇപ്പോൾ ബയോസ്ഫിയറും ബയോംസ് ഒക്കെ ഓർത്തിരിക്കുക. പിന്നെ വിച്ച് ആർ യൂഷ്വലി കാറ്റഗറൈസ്ഡ് ബൈ ദർ ഡൊമിനൻ്റ് വെജിറ്റേഷൻ, which are usually characterized by their dominant vegetation, such as grasslands, tropical forests, or deserts. The biomes are in turn made up of ecosystems. അതുപോലെ തന്നെ the physical surroundings or biotic components, such as the minerals found in soil, are known as the environment or habitat. ഇത്രയൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ഇതെല്ലാം പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. അതിൽ ബയോസ്ഫിയറും ബയോംസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഡൊമിനൻ്റ് വെജിറ്റേഷൻ, പിന്നെ such as the minerals found in soil are known as the environment or habitat. ഇതെല്ലാനും ഇതൊക്കെ ഒന്ന് നമുക്കൊരു കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറയണമെന്നുള്ളൂ ഈ വാക്കുകളൊക്കെ. പിന്നെ ഇക്കോളജിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്ര നേരം. ഇനിയിപ്പോൾ അടുത്തത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിങ്ങനെയാണോ പറയേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു രീതിക്ക് അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിക്കുള്ള നമുക്ക് വിശദീകരിക്കാനും സമയവും ഇല്ല. അതാണ് ഇതേ രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. ഇനി ഇക്കോസിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റീസ്, ഇത് വലിയ എസ്സേണ്. അതാണ് ഞാൻ ഇത് അവസാനം വരെ 4 പ്രാവശ്യം വെച്ച് വായിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലെ പോയിന്റ്സ് വീണ്ടും പറയും. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ആദ്യത്തെ പോയിന്റ്സ് അതായത് കണ്ടില്ലേ, ecosystem and communities. Ecosystem include both living and non-living components. The living or biotic components include habitats and niches occupied by organisms. എന്നുള്ളത് അതേ രീതിയിൽ തന്നെ പോവുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ആ രീതിയിൽ തന്നെ നമ്മൾ വായിച്ച് പോകണം. അപ്പം ഇത് വലിയ എസ്സേണ്. ഇതിൻ്റെ ബാലൻസ് ഭാഗം അടുത്ത പേജിലുണ്ട്. അപ്പം നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഇത് പറയാണ്. ഒരുപാടുണ്ട്. പിന്നെ വേറെ ചെറിയൊരു ഇതുപോലെ തന്നെ നേരത്തെ ഇക്കോളജി പറഞ്ഞ പോലെ തന്നെ ചെറിയ സൈഡിൽ കട്ടിങ്സ് ആയിട്ട് വേറെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പറയാം. തൽക്കാലം നമുക്ക് ഇത് പറയാം. അതിൻ്റെ അടുത്ത പേജിലാണ് അത് വരുന്നത്. അപ്പം ഇക്കോസിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റീസ് ആണ് ഇനി പറയുന്നത്. ഇക്കോസിസ്റ്റംസ് ഇൻക്ലൂഡ് ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻസ്. ദ ലിവിങ് ഓർ ബയോട്ടിക് കമ്പോണൻസ് include habitats and niches occupied by organisms. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കുക.
Non-living or abiotic components include soil, water, light, inorganic nutrients, and weather. An organism's place of residence or where it can be found in its habitat. A Nikki is often viewed as the role of that organisms in the community. Factors limiting its life and how it acquires food. അടുത്തത് producers a major niche in all ecosystems are autotrophic, usually photosynthetic organisms. In terrestrial ecosystems, the producers are usually green plants. Freshwater and marine ecosystems frequently have algae as the dominant producers. Consumers are heterotrophic organisms that eat food produced by other organisms. Herbivorous are a type of consumers that feed directly on green plants. Bracket or another type of auto, autotroph bracket closes. Since herbivores take their food directly from the producer level, they are called primarily consumers. Carnivorous feed on other animals, bracket or another type of consumer, and are secondary or tertiary consumers. Omnivorous, the feeding method used by humans, feed on both plants and animals. Decomposers are organisms, mostly bacteria and fungi, which recycle nutrients from decaying organic materials. Decomposers break down detritus, non-living organic matter, intra-organic matter, small or soil organisms are critical in helping bacteria and fungi shed leaf litter and form rich soil. Even if communities do different structure, they have some common uniting process such as energy flow and matter cycling. Energy flows move through feeding relationship. The term ecological niche refers to how an organism functions in an ecosystem. Food webs, food chains, and food pyramids are three ways of representing energy flow. ഇതൊരു ഫിഗർ 1.1 എന്ന് പറഞ്ഞിട്ട് ദ ഫ്ലോ ഓഫ് എനർജി ത്രൂ ആൻ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വായിക്കും. അതിന് താഴെ വേറൊരു പാരഗ്രാഫും കൂടി ഉണ്ട്. ഇനി അടുത്തത് താഴെയുള്ള വായിക്കാം. Producers absorb solar energy and convert it into chemical bonds with the help of inorganic nutrients taken from the environment. The energy content of organic food passes up the food chain. Eventually, all energy is lost as heat, therefore requiring continental input. Originally, inorganic elements are mostly returned to the soil and producers. They can be used again by the producers and new input is required. Energy flow in ecosystems, as with all other energy, must